അനുഗ്രഹിക്കപ്പെട്ടവൻ. ആക്കോട് ഗ്രാമവാസികൾ അഷ്റഫിനെ അങ്ങനെയാണ് വിളിക്കാറ്. ശാരീരിക വൈകല്യം ബാധിച്ചവരെ പോലെ നിരാശയോ അപകർഷതാ ബോധമോ ഇവനില്ല. നാട്ടിലെ ഏത് കാര്യത്തിനും അഷ്റഫ് മുന്നിലുണ്ട്. പ്രസരിപ്പ് നിറഞ്ഞ ഈ മുഖം പലർക്കും ഒരു പ്രചോദനമാണ്. കൈയും കാലും ഉള്ളവർ പോലും ചെയ്യാൻ മടിക്കുന്ന സാഹസിക ജോലികൾ ആവേശത്തോടെ ഇവൻ ചെയ്യും. പഠനത്തിൽ മിടുക്കൻ. ചെറിയ ജോലികൾ ചെയ്ത് വീടിനും താങ്ങാകുന്നു. ഇങ്ങനെയുള്ള അഷ്റഫ് അനുഗ്രഹിക്കപ്പെട്ടവനല്ലേ? നമ്മൾ ആവശ്യത്തിന് നോട്ടേക്ക് ഇതൊക്കെ വാങ്ങാൻ ഞാൻ ഒഴിവുള്ള ദിവസം ഞായറാഴ്ച വെള്ളിയാഴ്ച മാത്രം ഈ പണിക്കിറങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ബാക്കിയുള്ളൊക്കെ ജ്യേഷ്ഠന്മാരൊക്കെ തരും. ഞാൻ മീൻ പിടുത്തം, പിന്നെ മീൻ പിടുത്തം മാത്രമേ ഉള്ളൂ. 9 മാസം പ്രായമുള്ളപ്പോഴാണ് അഷ്റഫിന് പോളിയോ രോഗം വന്നത്. കാലുകൾ ശോഷിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട കുഞ്ഞ് വീട്ടിലെല്ലാവർക്കും വേദനയായിരുന്നു. അഷ്റഫിനെ കൂടാതെ മറ്റു 3 കുഞ്ഞുങ്ങൾ, ഭാര്യ, വൃദ്ധരായ മാതാപിതാക്കൾ, കുമ്മായം വിറ്റ് ജീവിക്കുന്ന പീഡികത്തൊടിയിൽ മുഹമ്മദിന് അഷ്റഫ് എന്ന ഇളയ സന്താനത്തിന് വിദഗ്ധ ചികിത്സ നൽകാൻ നിവൃത്തിയില്ലായിരുന്നു. നാട്ടിലെ പരിചയക്കാരനായ ഒരു തിരുമു വിദഗ്ധൻ ഉഴിച്ചിൽ നടത്തിയതൊഴിച്ചാൽ മറ്റു പരിചരണമൊന്നും കൊടുത്തില്ല. കോളേജിൽ പോയിനി. കോളേജിൽ പോകാനൊരു ആദ്യം ഒരു പനി ഉണ്ടായി. അങ്ങനെ പോയപ്പോൾ അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ അഡ്മിറ്റ് കഴിഞ്ഞ പോലെ നല്ല കളിയാണ്. നല്ല കൈ പിടിച്ച് സിസ്റ്റർമാർ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ പാടിൽ. അപ്പോൾ കുറേ 12 മണിയായും പോലും ഇങ്ങോട്ട് കയ്യിൽ കിട്ടാൻ ഇവന്. അങ്ങനെ കൊണ്ടുപോയി കളിപ്പിച്ച് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നാലും ഞങ്ങൾ പിന്നെ അഡ്മിറ്റ് കഴിഞ്ഞ് പോരുമ്പം ഇവിടെ ഒരു സൂചിയും 3 തുള്ളി തൊള്ളയിലും അടിപ്പിച്ചു. പോളിയാണ് അന്നേരം കഴിഞ്ഞ്. സ്കൂളിൽ ആദ്യമൊക്കെ അഷ്റഫിനെ എടുത്തുകൊണ്ടു പോകണമായിരുന്നു. പിന്നീട് എപ്പോഴോ ഈ വണ്ടി അവന് സഹചാരിയായി. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് അഷ്റഫ് പഠിക്കുന്നത്. ക്ലാസ്സിലെ പഠിക്കാൻ മിടുക്കരായ കുട്ടികളുടെ പട്ടികയിൽ ഇവനുമുണ്ട്. എനിക്ക് പഠിച്ചൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. പിന്നെ പഠിച്ച വലിയൊരാളായിട്ട് വീടൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. ബന്ധുക്കൾ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. വേറെ നമുക്ക് കാര്യമായിട്ടൊരു ബന്ധുക്കളൊന്നുമില്ല. ഏട്ടനനുസരിച്ചൊന്നും ആവില്ല. ഈ മക്കളും ഞാനും എന്നുള്ളൂ, ഭാര്യ. പിന്നെ നമ്മളെ വീട്ടിലറിഞ്ഞാൽ ഇത് ഇത്തിരിയും കഴിവില്ലാത്തൊരു കൂട്ടരാണ്. അവിടുന്നുമില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ജീവിച്ചു. അവധി ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ പോകും. മീൻ വിറ്റ് കിട്ടുന്ന പണം പഠനത്തിന് ഉപയോഗിക്കും. ഒരു വിഹിതം വീട്ടിലും കൊടുക്കും. നിർധന കുടുംബമാണ് അഷ്റഫിൻ്റേത്. ബാപ്പയ്ക്ക് ഇപ്പോൾ പണിയില്ല. ജ്യേഷ്ഠന്മാർ നാട്ടിലുള്ള ഹോട്ടലുകളിൽ പണിയെടുക്കുന്നു. കഷ്ടപ്പാടാണ് വീട്ടിലിപ്പോൾ. പിന്നെ നമുക്കറിയാം പല ദിവസങ്ങളിലും ഇവിടെ പട്ടിണിയാണ്. പിന്നെ നമ്മൾ സമീപ സ്ഥലങ്ങളിലെ അയൽവാസികളും ഒക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചിലതൊക്കെ എന്നാലും ഇവിടെ എത്തില്ല. പിന്നെ ഇപ്പൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കക്ക വാരിയിട്ട് അത് നീറ്റിയിട്ട്, പക്ഷെ ആ മേഖല ഇപ്പം ഇല്ല. മൂപ്പര് വെറുതെ ഞായറാഴ്ച എടണപ്പാറ തലയിലേറ്റിയിട്ട് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ പലപ്പോഴും തിരിച്ചു വരണം കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട്. പഠിച്ചു മിടുക്കനാവണം, നല്ലൊരു ജോലി നേടണം, ബാപ്പയെയും ഉമ്മയെയും പൊന്നുപോലെ നോക്കണം. ശാരീരിക വൈകല്യത്തെ മറികടക്കാൻ ശക്തിയുള്ള ഒരു മനസ്സുണ്ട് അഷ്റഫിന്. വിധിയെ പഴിക്കാൻ അവന് നേരമില്ല. ചാലിയാർ പുഴയുടെ തീരത്തെ ഈ കൊച്ചു വീട്ടിലും നല്ല കാലം വരട്ടെ. അതിനായി നമുക്കും അഷ്റഫിന് പിന്തുണ നൽകാം.